പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ ആദ്യത്തെ 2 മൊഡ്യൂൾ ഫിനാൻഷ്യൽ എക്കണോമിക്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസർ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ മൂന്നാമത്തെ മൊഡ്യൂളിൻ്റെ പേര് തന്നെ റിസ്ക് ആൻഡ് റിട്ടേൺ എന്നാണ്. റിസ്ക് എടുത്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? റിട്ടേൺ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ റിസ്ക് ആൻഡ് റിട്ടേൺ എന്നുള്ള ഭാഗത്തിൻ്റെ കാര്യമാണ് നോക്കുന്നത്. ആദ്യം തന്നെ സിസ്റ്റമാറ്റിക് വേഴ്സസ് അൺസിസ്റ്റമാറ്റിക് റിസ്ക്. സിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞാൽ ദിസ് ടൈപ്പ് ഓഫ് റിസ്ക് ഈസ് inherent to the entire market or economy, cannot be diversified away. It includes factors like economic condition, interest rate change, geopolitical event. അപ്പോൾ ഒരു എക്കോണമിയുടെ ഒരു മാർക്കറ്റിൻ്റെ അതിൻ്റെ അവസ്ഥക്കനുസരിച്ചുള്ള റിസ്കിനെ എന്ത് പറയാം? അതിൻ്റെ പാരമ്പര്യമായിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ, ഒരു റിസ്ക്. ആ റിസ്കിനെ എന്ത് പറയാം? സിസ്റ്റമാറ്റിക് റിസ്ക്. ഒരു മാർക്കറ്റിൻ്റെ കണ്ടീഷനും അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ചേഞ്ചും ജിയോ പൊളിറ്റിക്കൽ ഇവൻറ്റും അതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലുള്ള റിസ്കിനെ എന്ത് പറയുക? സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയും. ഇത് നമുക്ക് ഡൈവേഴ്സ് ചെയ്യാൻ കഴിയില്ല, ഡൈവേഴ്സിഫൈ മാറ്റാൻ കഴിയില്ല. അൺസിസ്റ്റമാറ്റിക് റിസ്ക് ഉണ്ട്, ആൾസോ നോൺ ആസ് സ്പെസിഫിക് റിസ്ക്. ഇതിന് സ്പെസിഫിക് റിസ്ക് എന്ന് ഇറ്റ് ഈസ് യുണീക്ക് ടു എ പർട്ടിക്കുലർ കമ്പനി ഓർ ഇൻഡസ്ട്രി ആൻഡ് ക്യാൻ ബി മിറ്റിഗേറ്റഡ് ത്രൂ ഡൈവേഴ്സിഫിക്കേഷൻ. ഇത് ചിലപ്പോൾ ഡൈവേഴ്സിഫിക്കേഷനിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ പർട്ടിക്കുലർ കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിക്കൊക്കെയുള്ള റിസ്ക്കാണ് അൺസിസ്റ്റമാറ്റിക് റിസ്ക്. എക്സാമ്പിൾ ഇൻക്ലൂഡ് ബിസിനസ് സ്പെസിഫിക് ഫാക്ടേഴ്സ് ലൈക്ക് മാനേജ്മെൻറ്റ് ചേഞ്ച്, പ്രൊഡക്റ്റ് റീകോൾസ്. ഇതിൻ്റെ ഒക്കെ ഭാഗമായിട്ടുള്ള റിസ്കിനെ എന്ന് പറയാം അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയാം. അടുത്ത് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്. ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് റെഫേഴ്സ് ടു റിസ്ക് ദാറ്റ് ചേഞ്ച് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ് ക്യാൻ അഫക്ട് ദ വാല്യൂ ഓഫ് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റി സച്ച് ആസ് ബോണ്ട്. ഇൻട്രസ്റ്റ് റേറ്റിലുള്ള മാറ്റം കൊണ്ട് ഉണ്ടാകുന്ന റിസ്കിനെ എന്ന് പറയാം ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്ന് പറയാം. റൈസിങ് ഇൻട്രസ്റ്റ് റേറ്റ് ജനറലി ലീഡ് ടു ലോവർ ബോണ്ട് പ്രൈസ്. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ എന്ത് ചെയ്യും? കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ബോണ്ട് പ്രൈസ് എന്ത് ചെയ്യും? ലോവർ ചെയ്യും. വൈൽ ഫെയിലിംഗ് റേറ്റ് ക്യാൻ ഇൻക്രീസ് ബോണ്ട് പ്രൈസ്. ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ബോണ്ടിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യും. അടുത്ത ഇൻഫ്ലേഷൻ റിസ്ക്. ഇൻഫ്ലേഷൻ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇതിനെ നമ്മൾ പർച്ചേസിംഗ് പവർ റിസ്ക് എന്ന് പറയും. ഇറ്റ് ഈസ് എ റിസ്ക് ദാറ്റ് പർച്ചേസിംഗ് പവർ ഓഫ് മണി ഡിക്രീസ് ഓവർ ടൈം ഡ്യൂ ടു ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ ഓരോ സമയം, ഇന്ന് നമുക്കൊരു 1000 കിട്ടിക്കഴിഞ്ഞാൽ, ഇന്ന് എനിക്കൊരു 1000 കിട്ടി, നാളെ ഈ 1000 ഉപയോഗിച്ച് കൊണ്ട്, അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞാൽ ഈ 1000 രൂപ ഉപയോഗിച്ച് കൊണ്ട് ഇന്ന് വാങ്ങിയത്ര വാങ്ങാൻ കഴിയില്ല. അതിനാണ് പർച്ചേസിംഗ് പവർ കുറയുമെന്ന് പറയുന്നത്. അപ്പോൾ ഇൻഫ്ലേഷൻ കൊണ്ട് തന്നെ എന്ത് ചെയ്യാണ്? പർച്ചേസിംഗ് പവർ ഓഫ് മണി ഡിക്രീസ് ചെയ്യും ഓവർ ടൈം. ഇൻവെസ്റ്റ്മെൻറ്റ് വിത്ത് ഫിക്സഡ് റിട്ടേൺ സച്ച് ആസ് ബോണ്ട് മെ നോട്ട് കീപ് പേസ് വിത്ത് എ ഇൻഫ്ലേഷൻ ലീഡ് ടു റെഡ്യൂസ്ഡ് റിയൽ റിട്ടേൺ. അടുത്ത എക്സ്ചേഞ്ച് റേറ്റ് അല്ലെങ്കിൽ കറൻസി റിസ്ക്. കറൻസി റിസ്ക് അറൈസസ് ഫ്രം ഫ്ലക്ച്വേഷൻ ഇൻ എക്സ്ചേഞ്ച് റേറ്റ് ബിറ്റ്വീൻ ഡിഫറൻറ്റ് കറൻസി. ഡിഫറൻറ്റ് കറൻസിയിലുള്ള എക്സ്ചേഞ്ച് റേറ്റിലുള്ള ഫ്ലക്ച്വേഷൻ കൊണ്ടുണ്ടാകുന്ന റിസ്കിനാണ് കറൻസി റിസ്ക് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക്. ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ ട്രാൻസാക്ഷൻ ഇൻവോൾവിങ് ഫോറിൻ കറൻസി ക്യാൻ എക്സ്പീരിയൻസ് ഗെയിൻ ഓർ ലോസ് ഡ്യൂ ടു കറൻസി മൂവ്മെൻറ്റ്. കറൻസി മൂവ്മെൻറ്റ് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നത്? ഫോറിൻ കറൻസിയിലേക്കുള്ള അതിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ, അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാവും? നഷ്ടങ്ങളും ലാഭങ്ങളും വരാൻ സാധ്യതയുണ്ട്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? അതിൻ്റെ വാല്യൂ മാറുന്നതിന്. ഇപ്പോൾ ഒരു യൂട്യൂബർ എന്ന നമ്മൾ എടുക്കുകയാണെങ്കിൽ, യൂട്യൂബർ എന്ന് പറയുന്ന ആൾ ഇന്ത്യയുടെ പണത്തിൻ്റെ മൂല്യം കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ് ഇതിന് ലാഭം കൂടുക? ഈ ഒരു യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം ലാഭം കൂടും. എന്തുകൊണ്ടാണ്? മൂല്യം കുറയാണ്. ഇന്ന് ഇപ്പോൾ ഡോളറായിട്ടാണ് അവർക്ക് കിട്ടുക. നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്, $100 ഇപ്പോൾ 82 റുപ്യാണ് ഒരു ഡോളറിനെങ്കിൽ. ഇതെന്ത് ചെയ്ത്? ഇന്ത്യയുടെ മൂല്യം കുറഞ്ഞു 85 അപ്പോൾ $100 അയാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം 8200 ഉള്ളത് എന്താ ചെയ്ത്? അത് മൂല്യം കുറഞ്ഞു കഴിഞ്ഞാൽ 85 കുറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്ത്? 8500 റുപ്യ കിട്ടും. 300 റുപ്യ ലാഭമാണ്. ഇന്ത്യയുടെ മൂല്യം കുറയും തോറും ഇങ്ങനെ ഓരോ കാര്യം, ഗൾഫിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഈ മൂല്യം കുറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ലാഭം ഉണ്ടാവും. അപ്പം അതിനെന്ത് പറയാം? എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക് അല്ലെങ്കിൽ കറൻസി റിസ്ക്. ഇനി ബിസിനസ് റിസ്ക്. ബിസിനസ് റിസ്ക് റെഫേഴ്സ് ടു ദ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് കമ്പനി ഓപ്പറേഷൻ ആൻഡ് ഇൻഡസ്ട്രി ഫാക്ടേഴ്സ്. ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ഓപ്പറേഷൻ്റെയോ ഇൻഡസ്ട്രി ഫാക്ടേഴ്സ് കൊണ്ടോ ഉണ്ടാകുന്ന റിസ്കിനെ എന്ന് പറയാം ബിസിനസ് റിസ്ക് എന്ന് പറയാം. ഇറ്റ് ഇൻക്ലൂഡ് ഫാക്ടേഴ്സ് ലൈക്ക് കോമ്പറ്റീഷൻ, റെഗുലേറ്ററി ചേഞ്ച്, ടെക്നോളജിക്കൽ ഡിസ്റപ്ഷൻ, മാർക്കറ്റ് ഡിമാൻഡ് ഫ്ലക്ച്വേഷൻ. അടുത്ത് ഫിനാൻഷ്യൽ റിസ്ക്. ഫിനാൻഷ്യൽ റിസ്ക്
pertain to the risk of financial leverage or the use of debt to finance operation. ഫിനാൻസ് ഓപ്പറേഷനിൽ ഡെപ്റ്റ് യൂസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലിവറേജ് കൊണ്ടുണ്ടാകുന്ന റിസ്കിനെ എന്താ പറയുക, ഫിനാൻഷ്യൽ റിസ്ക്. ഇറ്റ് ഇൻക്ലൂഡ് ഫാക്ടേഴ്സ് സച്ച് ആസ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്, ക്രെഡിറ്റ് റിസ്ക്, ലിക്വിഡിറ്റി റിസ്ക് അസോസിയേറ്റഡ് വിത്ത് കമ്പനി ഫിനാൻഷ്യൽ സ്ട്രക്ചർ. ഡിഫോൾട്ട് റിസ്കിനെ നമ്മൾ ക്രെഡിറ്റ് റിസ്ക് എന്ന് പറയും. ഇറ്റ് ഈസ് എ റിസ്ക് ദാറ്റ് എ ബോറോവർ ഫെയിൽസ് ടു മീറ്റ് ഡെപ്റ്റ് ഒബ്ലിഗേഷൻ. ബോറോവർ ഫെയിലായി എന്തിന്, ഡെപ്റ്റ് കടം വാങ്ങിയത് തിരിച്ചു കൊടുക്കാൻ. റിസൾട്ടിങ് ലോസ് ഫോർ ലെൻഡറിന് ലോസ് ഉണ്ടാവും, ഓർ ഇൻവെസ്റ്റേഴ്സ് ഹോൾഡിംഗ് ദ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്. ഇനി അടുത്ത് ലിക്വിഡിറ്റി റിസ്ക് റെഫേഴ്സ് ടു ദ റിസ്ക് ഓഫ് നോട്ട് ബീങ് ഏബിൾ ടു ബൈ ഓർ സെൽ എൻ അസറ്റ് ക്വിക്കിലി. പെട്ടെന്ന് ക്വിക്കായിട്ട് ഒരു അസറ്റ് വാങ്ങാനോ വിൽക്കാനോ കഴിയാത്ത അവസ്ഥയെന്ന് പറയുന്നത് ലിക്വിഡിറ്റി റിസ്ക്. അറ്റ് എ ഫെയർ price without significantly affecting its price. It can rise due to market condition, asset type, trading volume. ഇതൊക്കെയാണ് ഇതിനുള്ള കാരണങ്ങൾ. ഓക്കെ, ഇത് കൂടാനുള്ള കാരണം. മെച്യൂരിറ്റി റിസ്ക് ആൾസോ നോൺ ആസ് മെച്യൂരിറ്റി മിസ്മാച്ച് റിസ്ക്. ഇതിന് നമ്മൾ മെച്യൂരിറ്റി മിസ്മാച്ച് റിസ്ക് എന്ന് പറയും. ഇറ്റ് ഈസ് എ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് മെച്യൂരിറ്റി പ്രൊഫൈൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ ലാബിലിറ്റി. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ ലാബിലിറ്റിയിലെ അതിൻ്റെ മെച്യൂരിറ്റി പ്രൊഫൈൽ കൊണ്ടുണ്ടാകുന്ന റിസ്ക്. ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ ഡെപ്ത് മേ ബി മോർ എക്സ്പോസ്ഡ് ടു ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് ആൻഡ് മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ. ഇനി കോൾ റിസ്ക് റെഫേഴ്സ് ടു ദ റിസ്ക് ദാറ്റ് എ കോളബിൾ ബോണ്ട് മേ ബി റെഡീംഡ് ബൈ ദി ഇഷ്യൂർ ബിഫോർ മെച്യൂരിറ്റി ഡേറ്റ്. നമ്മളൊരു ബോണ്ട് വാങ്ങുമ്പോൾ അതിനൊരു മെച്യൂരിറ്റി ഡേറ്റ്, ആ മെച്യൂരിറ്റി ഡേറ്റിന് മുമ്പ് റെഡീം ചെയ്യുന്ന ഭാഗമായിട്ടുണ്ടാകുന്ന റിസ്കിനെ എന്ന് പറയാം കോൾ റിസ്ക്. ഞാൻ ഇപ്പോൾ 10 കൊല്ലം കഴിഞ്ഞാൽ ഒരു ബോണ്ട് വാങ്ങി 10 കൊല്ലം കഴിഞ്ഞാൽ എനിക്ക് ഇത്ര രൂപ തരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തതെങ്കിൽ ഞാൻ 5 കൊല്ലം കഴിയുമ്പോൾ തന്നെ തിരിച്ചു കൊടുത്താൽ എന്ത് ചെയ്യേണ്ടി വരും, ഞാൻ അവിടുന്ന് വാങ്ങിയ ആളുണ്ടാവില്ല, ആ ബോണ്ടിൻ്റെ ഇഷ്യൂ ചെയ്യുന്ന ആൾ, അയാൾ ഈ പൈസ തരാൻ ബുദ്ധിമുട്ടേണ്ടി വരും. ദിസ് ക്യാൻ ഇമ്പാക്ട് ഇൻവെസ്റ്റേഴ്സ് ബൈ റെഡ്യൂസിങ് പൊട്ടൻഷ്യൽ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ ഓർ റിക്വയറിങ് റീഇൻവെസ്റ്റ്മെൻറ്റ് അറ്റ് ലോവർ റേറ്റ്. ഇനി ടോട്ടൽ റിസ്ക്. ഇറ്റ് റെപ്രസെൻറ്റ് ദ ഓവറാൾ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ പോർട്ട്ഫോളിയോ. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ പോർട്ട്ഫോളിയോയിൽ ഉണ്ടാകുന്ന ഓവറാൾ റിസ്കിനെ എന്ന് പറയുക ടോട്ടൽ റിസ്ക് എന്ന് പറയുക, ഇൻക്ലൂഡിങ് ബോത്ത് സിസ്റ്റമാറ്റിക് റിസ്ക് ആൻഡ് അൺസിസ്റ്റമാറ്റിക് റിസ്ക്. ഇതിൽ സിസ്റ്റമാറ്റിക് റിസ്ക് ഉണ്ടാകും, അൺസിസ്റ്റമാറ്റിക് റിസ്ക് ഉണ്ടാകും. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ആൾ റിസ്ക് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇനി കൺട്രി റിസ്ക് ആൾസോ നോൺ ആസ് സോവറി റിസ്ക്. അതിനെ നമ്മൾ സോവറി റിസ്ക് എന്ന് പറയും. റെഫേഴ്സ് ടു ദ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ഇൻവെസ്റ്റിംഗ് ഓർ ഓപ്പറേറ്റിംഗ് ഇൻ എ പർട്ടിക്കുലർ കൺട്രിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന റിസ്കിനെ എന്താ പറയുക, കൺട്രി റിസ്ക് എന്ന് പറയും. അടുത്ത പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, എക്കണോമിക് കണ്ടീഷൻ, ലീഗൽ ആൻഡ് റെഗുലേറ്ററി എൻവിറോൺമെൻറ്റ്, കറൻസി സ്റ്റെബിലിറ്റി. ചിലപ്പോൾ ചില രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് യുദ്ധം നടന്നാലോ അങ്ങനെയൊക്കെയുള്ള പല അവിടുത്തെ എക്കണോമിക് കണ്ടീഷനിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നാലും ഇതൊക്കെ ഇതിനെ ബാധിക്കും. അടുത്ത് മാർക്കറ്റ് റിസ്ക് മെഷേർഡ് ബൈ ബീറ്റ റെപ്രസെൻറ്റ് ദ സെൻസിറ്റിവിറ്റി ഓഫ് എൻ അസറ്റ് റിട്ടേൺ ടു ഓവറാൾ മാർക്കറ്റ് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു അസറ്റിൻ്റെ റിട്ടേണിലുണ്ടാകുന്ന സെൻസിറ്റിവിറ്റി, ആ ചേഞ്ചിന് എന്ന് പറയാം മാർക്കറ്റ് റിസ്ക്. അതിന് ബീറ്റ എന്ന് പറയും. ബീറ്റ എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ബീറ്റ 1 ഇൻഡിക്കേറ്റ് അസറ്റ് മൂവ് ഇൻ എ ലൈൻ വിത്ത് മാർക്കറ്റ്, while beta is greater than 1 indicates higher volatility, beta is less than 1 indicate lower volatility compared to the market. 1 ആണെങ്കിൽ മാർക്കറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് അസറ്റ് മൂവ് ചെയ്യുന്നത്, 1 കൂടുതലാണെങ്കിൽ ഹയർ വൊളാറ്റിലിറ്റി ഉണ്ട് എന്നാണ്. ലോവറാണ്, 1 കുറവാണെങ്കിൽ ലോവർ വൊളാറ്റിലിറ്റിയാണ്. മാർക്കറ്റിനെക്കാട്ടിലും ലോവർ വൊളാറ്റിലിറ്റി ആണ് അതിന് അർത്ഥമാക്കുന്നത്. അടുത്ത് ഹിസ്റ്റോറിക്കൽ റിസ്ക്. These are the past return earned by an investment over a specified period. ഹിസ്റ്റോറിക്കൽ റിട്ടേൺ എന്ന് പറയുന്നത് പാസ്റ്റ് റിട്ടേൺ ഏൺഡ് ബൈ എൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലുള്ള പാസ്റ്റ് റിട്ടേൺ എന്ന് പറയാം ഹിസ്റ്റോറിക്കൽ റിട്ടേൺ ഓവർ സ്പെസിഫൈഡ് പീരിയഡ്. ദേ പ്രൊവൈഡ് ഇൻസൈറ്റ് ഇൻ ടു ദ പെർഫോമൻസ് ഓഫ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ബട്ട് ഡു നോട്ട് ഗ്യാരണ്ടി ഫ്യൂച്ചർ റിട്ടേൺ. അത് ആ പെർഫോമൻസ് അതിൽ നിന്ന് ഇൻസൈറ്റ് ചെയ്യും, പക്ഷേ ഫ്യൂച്ചർ റിട്ടേൺ അത് ഗ്യാരണ്ടി ചെയ്യുന്നില്ല. ഇനി റിസ്ക് റെഫേഴ്സ് ടു ദ വേരിയബിലിറ്റി ഓഫ് അൺസർട്ടനിറ്റി ഓഫ് റിട്ടേൺ. റിസ്ക് എന്ന് പറയുന്നത് നമ്മൾ റിട്ടേണിലെ അൺസർട്ടനിറ്റി, നമ്മൾ ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് റിട്ടേണിലെ അൺസർട്ടനിറ്റി ഉണ്ട്, ഇത്ര ലാഭം ഉണ്ടാവും, നമ്മൾ ഒരു പ്രതീക്ഷയോട് കൂടിയാണ് ഒരു ഏതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ്. ആ അൺസർട്ടനിറ്റിയാണ് എന്ന് പറയുക റിസ്ക് എന്ന് പറയുക. ഹയർ വേരിയബിലിറ്റി ഇംപ്ലൈസ് ഹയർ റിസ്ക്. ഹയർ വേരിയബിലിറ്റി ഉണ്ടെങ്കിൽ ഹയർ റിസ്ക് ആയിരിക്കും. ഇനി ആവറേജ് ആനുവൽ റിട്ടേൺ represent the average rate of return earned on an investment per year over a specified period. ഒരു സ്പെസിഫൈഡ് പീരീഡിനിടയിൽ ഒരു വർഷത്തിൽ ഉണ്ടാവുന്ന ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുക, ആവറേജ് ആനുവൽ റിട്ടേൺ എന്ന് പറയുക. ദേ ആർ കാൽക്കുലേറ്റഡ് ബൈ ടേക്കിംഗ് ദ ടോട്ടൽ റിട്ടേൺ ഓവർ ദ പീരീഡ്
total return over the period by dividing by the number of years. Total return divided by number of years. Variance of returns. Variance measures the dispersion or spread of return around the average return. Average return ഇതിൻ്റെ ഓരോ വർഷത്തെയും എത്ര വേരി ചെയ്ത് കിടക്കുന്നുണ്ട് എന്നതിനെ എന്താ പറയുക, വേരിയൻസ് റിട്ടേൺ. ടു ക്വാണ്ടിഫൈ ദ റിസ്ക് ഓഫ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ ഷോയിങ് ഹൗ മച്ച് റിട്ടേൺ ഡീവിയേറ്റ് ഫ്രം ആവറേജ് റിട്ടേൺ. റിട്ടേൺ എത്രത്തോളം ആവറേജ് റിട്ടേൺ ഡീവിയേറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട് എന്നുള്ളത് ഷോ ചെയ്യാണ്. ടു ക്വാണ്ടിഫൈ റിസ്ക് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിസ്ക് ആണിത് ക്വാണ്ടിഫൈ ചെയ്യും. വേരിയൻസ് ഈസ് കാൽക്കുലേറ്റഡ് യൂസിങ് ഹിസ്റ്റോറിക്കൽ റിട്ടേൺ ഡാറ്റ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫോർമുല. ഡിറ്റർമിനൻസ് ഓഫ് ബീറ്റ. ബീറ്റ മെഷേഴ്സ് ആൻഡ് അസറ്റ് സെൻസിറ്റിവിറ്റി ടു മാർക്കറ്റ് മൂവ്മെൻറ്റ്. മാർക്കറ്റ് മൂവ്മെൻറ്റിൻ്റെ അസറ്റ് സെൻസിറ്റിവിറ്റിയാണ് എന്ത് പറയുക, ബീറ്റ എന്ന് പറയുക. ബീറ്റ 1 ആണെങ്കിൽ സെയിം ലെവലിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ, ഒരേ മാർക്കറ്റിന് അടിസ്ഥാനത്തിൽ തന്നെയാണ് മൂവ് ചെയ്യുന്നത്. ഒന്നിൽ കൂടുതലാണെങ്കിൽ മാർക്കറ്റിനെ അപേക്ഷിച്ച് ഹൈ വൊളാറ്റിലിറ്റി ആണ്, ഒന്നിൽ കുറവാണെങ്കിൽ ലോവർ വൊളാറ്റിലിറ്റി ആണ് എന്നാണ്. അതുകൊണ്ട് ഡിറ്റർമിനൻസ് ഓഫ് ബീറ്റ ഇൻക്ലൂഡ് അസറ്റ് കോറിലേഷൻ വിത്ത് മാർക്കറ്റ്. അസറ്റ് മാർക്കറ്റായിട്ട് എത്ര കോറിലേറ്റ് ചെയ്താൽ ദ അസറ്റ് വൊളാറ്റിലിറ്റി ദ മാർക്കറ്റ് റിസ്ക് പ്രീമിയം. ഇനി റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ്. The risk return trade-off is a fundamental concept in finance. ഫിനാൻസിലെ ഏറ്റവും ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ് ദാറ്റ് സ്റ്റേറ്റ്സ് ഹയർ റിട്ടേൺ ആർ ടിപ്പിക്കലി അസോസിയേറ്റഡ് വിത്ത് ഹയർ റിസ്ക്. ഇത് അർത്ഥമാക്കുന്നത് ഹയർ റിസ്ക് ഉണ്ടെങ്കിൽ ഹയർ റിട്ടേൺ ഉണ്ടാവും. അസറ്റ് വിത്ത് ഹയർ റിസ്ക് ജനറലി ഓഫർ പൊട്ടൻഷ്യൽ ഫോർ ഹയർ റിട്ടേൺ. ഹയർ റിസ്ക് ഉള്ള കാര്യത്തിന് ഹയർ റിട്ടേൺ ഉണ്ടാവുമെന്നുള്ളത്. റിട്ടേൺസ് കമ്പയർഡ് ലോവർ റിസ്ക് അസറ്റ്. അപ്പോൾ ഇതോടുകൂടി മൂന്നാമത്തെ മൊഡ്യൂളും ഇതോടുകൂടി അവസാനിച്ചു. ഇതിൽ നിന്ന് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.